നമസ്കാരം. നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലോ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിലോ ഒക്കെ ലോൺ എടുത്ത വ്യക്തിയാണോ? എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ എത്ര രൂപയാണ് പലിശ അവർ ഈടാക്കുന്നത് എന്ന് മുൻപ് പറഞ്ഞോ ആ എമൗണ്ട് തന്നെയാണോ എടുക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓരോ റീപേയ്മെൻറ്റിലും ഓരോ തിരിച്ചടവിലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇതിന് മുൻപുള്ള ഒരു 3 ബില്ലെങ്കിലും കയ്യിൽ വേണം. റെസീറ്റ് 3 റെസീറ്റെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടോ നമ്മൾ സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിൽ പറയുകയാണ്. ഇന്നലെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ഞാനെടുത്ത ലോണിന് തിരിച്ചടവിന് പോയപ്പോൾ ഇതിന് തൊട്ട് മുൻപുള്ള പലിശയെക്കാളും ഒരു 1000 രൂപയോളം വ്യത്യാസം കാണുന്നു പുതിയ പലിശയ്ക്ക്. അതായത് കഴിഞ്ഞ മാസം 4300 എനിക്ക് പലിശ വന്നെങ്കിൽ ഈ മാസം വന്നിരിക്കുന്നത് 5500. അപ്പോൾ അതെങ്ങനെയാണ് അവിടുത്തെ കാഷ്യർ മാഡത്തിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു ദിവസം കൂടുതലല്ലേ, 30-31 ദിവസം വ്യത്യാസം വരുന്നുണ്ടല്ലോ. നമ്മൾ ദിവസത്തിനാണ് പലിശ, ഡിമിനിഷിങ് ലോണാണ്, ഹൗസിംഗ് ലോണാണ് എടുത്തത്. അപ്പോൾ ഒരു ദിവസത്തിന് 1000 രൂപയൊക്കെ പലിശ വ്യത്യാസം വരും മാഡം എന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിച്ചപ്പോഴാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ എനിക്ക് മെമ്മറിയിൽ നിൽക്കാത്തൊരു തരം ഇൻട്രസ്റ്റ് പറഞ്ഞ് ആ ഇൻട്രസ്റ്റ് ഇതിലോട്ട് കയറി വന്നതാണ്. ഞാനിതെൻ്റെ ടെക്നിക്കൽ ടീമുമായിട്ട് സംസാരിച്ചിട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരത്തെ എനിക്കത് ശരിയാക്കിയിട്ട് 4370 രൂപയാക്കിയിട്ട് എനിക്ക് പലിശയാക്കി തന്നു. ഇത് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളത് ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്കത് മനസ്സിലായി. തീരെ പ്രായമായ ഒരാൾ നമ്മൾ ലോൺ അടയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദുബായിലിരുന്ന ഒരാൾ അവരുടെ പ്രായമായ അച്ഛനോ അമ്മയോ ആരുടെങ്കിലും പറഞ്ഞ് ലോൺ അടപ്പിക്കുകയാണെങ്കിൽ ഈ 5500 അവർ ഈടാക്കും. അവർ പറയുന്നത് റെസീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അവരുടെ തെറ്റ്, അവരുടെ പ്രശ്നം. അതിന് നമ്മളെന്തിനാ അത് ബെയർ ചെയ്യണം? നമ്മളെന്തിനാ അത് തിരിച്ചടയ്ക്കണം? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്കിത് കമ്മിയാക്കി കിട്ടിയതും ശരിയായ പലിശ കൊടുക്കാൻ പറ്റിയതും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ, ഇത് കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് SBIയിലാവാം, HDFCയിലാവാം, കാനറയിലാവാം, ഏത് ബാങ്ക് ആവട്ടെ, ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ പറഞ്ഞ പലിശയാണോ അവരെടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ ഒരു 3 മാസം മുൻപുള്ള ബില്ലുകൾ ചെക്ക് ചെയ്തിട്ട് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എത്ര പലിശ വരുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ബാലൻസ് എമൗണ്ട് എത്രയാണോ അതിന് ഇത്ര ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ടേ വരാൻ പാടുള്ളൂ. അതിന് കൂടുതലാണെങ്കിൽ അവർ ചോദ്യം ചെയ്യണം, അവരോട് സംസാരിക്കണം. അവർക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അതിന് ലീഗലായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. കാരണം ആരോ ചെയ്യുന്ന തെറ്റിന്, അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിൽ വരുന്ന തെറ്റിന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുക്കുന്നത് ഒട്ടും ഉചിതമല്ല. അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക.